LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. അനന്തു, മാർക്കോ, എനിക്കിത് കുറച്ച് പ്രയാസപ്പെട്ടിട്ടായാലും എഴുന്നേക്കാൻ പറ്റിയടാ. എനിക്ക് നടക്കാൻ പറ്റുമെന്നാ തോന്നുന്നേ. നോക്കടാ, എനിക്കിപ്പോ നിൽക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊന്ന് പിടിച്ചേ, പിടിക്കടാ. ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ അനന്ത സാറേ. അതെ അതെ, ഇത്ര പെട്ടെന്ന് എനിക്ക് നടക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലടാ. ഇത് ശരിക്കും പറഞ്ഞ അത്ഭുതമല്ല, മഹാത്ഭുത. അതിലുപരി മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയാണ്, പിന്നെ തോമസ് സാറിന്റെയും. ഇത് സത്യമാണോ അതോ മിഥ്യയോ? എന്താടാ അത് നടക്കാൻ പാടില്ല, ഒരിക്കലും നടക്കാൻ പാടില്ല. അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് എന്താടാ നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നേ? അച്ഛാ, അവൻ ഒരു കാരണവശാലും ആരുടെയും കൈ പിടിച്ച് നടക്കാൻ പാടില്ല. നീ സ്വപ്നം കണ്ടോടാ? ഞാൻ കണ്ട സ്വപ്നം ഒരിക്കലും സത്യമാവരുത് അച്ഛാ. ഇത് വലിയ കഷ്ടമായല്ലോ. നാളെ അവൻ ഇവിടുന്ന് പോവും. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവൻ എത്രമാത്രം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് അറിയണോ അച്ഛാ? നീ മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്കണ മേഘ. ഇനിയിപ്പോ കിടന്നാലും ഉറക്കം വരില്ല. മിക്കവാറും നീ ടെൻഷൻ അടിച്ച് ഹാർട്ട് അറ്റാക്ക് വരുമെന്നാ തോന്നുന്നത്. ഇടയ്ക്ക് ഞാൻ കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്തപ്പോ എല്ലാം വളരെ കൂടുതലാ. എങ്ങനെ കൂടാതിരിക്കും? അതുപോലത്തെ ഓരോരോ സംഭവങ്ങളല്ലേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്നെ വീൽ ചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ടു പോകണ്ട, ഞാൻ വരത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ സമയത്ത് അച്ഛനെ തള്ളിക്കൊണ്ട് പോവാൻ പോകണം ഞാൻ. ഇപ്പൊ എല്ലാവരും നല്ല ഉറക്കമായിരിക്കും, എങ്കിലും കണ്ണന്റെ മുറിയിൽ മങ്ങിയ പ്രകാശം കാണും. ആ പ്രകാശത്തില് താക്കോൽ ദ്വാരത്തിലൂടെ നോക്കിയ അവന്റെ കാലിന്റെ ചലനം അറിയാൻ പറ്റും. അത് നീ കുറെ അറിഞ്ഞതല്ലേ, എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് കാലിട്ട് കറക്കിയതല്ലേ. എങ്കിലും അതൊന്നും എനിക്ക് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊന്ന് പോയിട്ടിടാം, എന്റെ ഒരു മനസ്സമാധാനത്തിന്. ആ മാർക്കോ എങ്ങനെ നിന്നെ കണ്ട പിന്നെ നാളെ കണ്ണം പോയ ശേഷം ആ മുറി കിടക്കാൻ പോകുന്നത് നീ ആയിരിക്കും. കരുനാക്കെടുത്ത് വളച്ച് ഈ പരുവായല്ലോ. അപ്പോഴെങ്കിലും ഈ വൃത്തികെട്ട നാവെന്നെടുത്ത് അനക്കാതിരുന്നോടെ മനുഷ്യ. എടാ എടാ നീ നീ എവിടെ പോടാ?
നല്ല പ്രകാശമുണ്ട്. ഇനി ഉറങ്ങിക്കാണൂലേ? ഇതിനകത്ത് ആരും ഇല്ലല്ലോ. മാർക്കോയ്ക്കൊപ്പം അവൻ കറങ്ങാൻ പോയോ? അതോ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ അവൻ നടക്കുമായിരിക്കോ? അല്ലെങ്കിൽ പിന്നെ അവൻ എങ്ങോട്ടാ പോയത് ഭഗവാനെ? കാണാൻ പാടില്ലാത്ത കാഴ്ചയൊന്നും എന്നെ കാണിക്കരുതേ. കണ്ണ, ഇന്ന് തുലാമാസത്തിലെ പൗർണമിയാണ്. തുലാമാസത്തിലെ കറുത്തവാവിനും പൗർണമിക്കും വിശേഷമുണ്ട്. കണ്ണൻ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ടോ? അടുത്ത മാസമാ തന്റെ പിറന്നാള്. വൃശ്ചികത്തിലെ തൃക്കാർത്തിക ദിവസം. അന്നാണ് ആ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായത്. തന്റെ അച്ഛൻ പോയതും താൻ കിടപ്പിലായതും. അടുത്ത മാസം തന്റെ അച്ഛന്റെ ആണ്ടാണ്. ആ ആത്മാവ് ദേ ഇന്നത്തെ പൂർണ്ണചന്ദ്രനെ പോലെ ജ്വലിക്കുന്ന ദിവസമാണ് ആ ദിവസം. എന്നുവെച്ചാ വരുന്ന വൃശ്ചികത്തിന് ചിലപ്പോ അത്ഭുതങ്ങൾ സംഭവിച്ചെന്നും വരാം. അതെന്റെ മരുന്നിന്റെ ശക്തി മാത്രമല്ലടോ. തന്റെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാക്കൾ, പിന്നെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെയും, അതിലുപരി മഹാലക്ഷ്മി മുറുകെ പിടിക്കുന്ന ഉപാസനമൂർത്തികളുടെയും കാരുണ്യമുണ്ടെന്ന് കുട്ടിക്കോ. പിന്നെ നാളെ കണ്ണൻ ഇവിടുന്ന് പോവുകയാണ്. അതിനു മുമ്പ് ഇന്നേ ദിവസം അതികഠിനമായ ഒഴിച്ചിലും പിഴിച്ചിലും നടത്താൻ ഞാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നതല്ല. എന്നാൽ ചില താളിയോല ഗ്രന്ഥങ്ങൾ മറിച്ചപ്പോ പൂർവികർ കുറിച്ചിട്ട ചില അക്ഷരങ്ങൾ എന്റെ കണ്ണിൽപ്പെട്ടു. വളരെ യാദൃശ്ചികമായിട്ടാണ് താളിയോലകൾ മറിച്ചപ്പോ അത് ഞാൻ കണ്ടത്. ആ അക്ഷരങ്ങളിൽ കൂടി കണ്ണോടിച്ചപ്പോ എനിക്ക് വ്യക്തമായി പൗർണമിയിൽ ഇങ്ങനെയൊരു ചികിത്സാവിധിയുണ്ടെന്ന്. അതുകൊണ്ടാ 4-5 മണിക്കൂർ ഞാനും ഇയാളും കൂടി പണിപ്പെട്ട് ഒരു കൂട്ട് തയ്യാറാക്കിയത്. സാറിന്റെ പറച്ചിൽ കേട്ടപ്പോ തന്നെ ആ മരുന്ന് കണ്ണൻ സാറിന്റെ ശരീരത്തിൽ തേച്ചു പിടിപ്പിച്ച ഫലം കാണുമെന്നാ തോന്നുന്നേ. ഫലമുണ്ടാവണം. അമ്മയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് മഹാലക്ഷ്മി സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കല്ലേ. ആ കുട്ടി നാളെ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവിടെ എത്തുമ്പോ ചെറിയൊരു മാറ്റം പോലും അവൾക്ക് സന്തോഷമായിരിക്കും. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ചന്ദ്രഭഗവാൻ സാക്ഷിയാണ്. ഭഗവാന്റെ പ്രകാശം പ്രഭാത സൂര്യനെ പോലെ ജനാല വഴി അരിച്ചിറങ്ങുന്നുണ്ട്. ഇന്ന് നമുക്കെല്ലാവർക്കും ഉറക്കം കുറവായിരിക്കും. ആ മാർക്കോ സർ, നീ വേണം കണ്ണന്റെ പിൻഭാഗത്ത് ഈ കൂട്ട് തേച്ചു പിടിപ്പിക്കാൻ. ഓ
നല്ല കരുത്തോടെ അത് ചെയ്തോ. നല്ല വേദന ഉണ്ടാവും. ആ വേദന തൽക്കാലം കണ്ണൻ സഹിച്ചേ പറ്റൂ. സാരമില്ല സർ. ആ, ഇയാളെ ഒന്ന് തിരിച്ചു കിടത്തു. ഇനി താൻ തന്റെ കടമ ചെയ്തോ. വാ. ആ ശരി സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. അനന്തു, ആ കാലിന്റെ ഉള്ളംകാലം തിരുമ്മി കൊടുക്കൂ. ആ ശരി. ആ ആ മോളുറങ്ങിയില്ലേ? ഉറങ്ങിയതാ അമ്മ. പെട്ടെന്ന് ആരോ വിളിക്കുന്നോന്ന് തോന്നി ഞാൻ ഉണർന്നതാ. എവിടെയോ എന്തോ പ്രാർത്ഥന നടക്കുന്നുണ്ടമ്മേ. ഇന്ന് പൗർണമിയല്ലേ മോളെ? പൗർണമിക്ക് പൂജകൾ നടക്കുന്ന ഒരുപാട് അമ്പലങ്ങളുണ്ടല്ലോ. എന്താന്നറിയില്ല, ആദ്യം ഒരു തണുപ്പ്, അതിങ്ങനെ ശരീരത്തിലൂടെ അരിച്ചിറങ്ങുന്ന പോലൊരു തോന്നൽ. പ്രാർത്ഥനയോടെ കിടന്നു മോളെ. നാളെ അതിരാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാനുള്ളതല്ലേ? നിർത്തണ്ട. ആ കണ്ടിന്യൂ, കണ്ടിന്യൂ. നിർമ്മിക്കോ. നല്ല വേദനയുണ്ട് സർ. കണ്ണ, പ്രതികരിക്കാതിരുന്ന കോശങ്ങളാണ് ആ ഭാഗത്തുള്ളത്. അതിന് പ്രതികരണ ശേഷി ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ വേദന തിരിച്ചറിയാം. അതൊരു ചെറിയ കാര്യമല്ല. തലച്ചോറും നട്ടലും തമ്മിൽ ബന്ധം തുടങ്ങിയതിന്റെ സൂചനയാണിത്. അനന്തു, അയാളുടെ കാൽവെള്ളയിൽ ശക്തമായി തിരുമൂ. ശരി. ആ ഇനി തിരുവോണം വരുമ്പോ മഹാലക്ഷ്മി ഒറ്റയ്ക്ക് ഊഞ്ഞാലാടുമ്പോ മാറി നിൽക്കേണ്ടവനല്ലടൂ താൻ. മഹാലക്ഷ്മിയായി ഒന്നിച്ച് ഊഞ്ഞാലിരിക്കുന്നതൊക്കെ മനസ്സിലൂടെ കടന്നു പോകേണ്ട സമയമാണിത്. ജീവിതത്തിൽ ഇനി ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആവാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച ഒരാള് ആ വിശ്വാസത്തെയും പൊളിച്ചെഴുതാൻ പോകുന്ന സമയത്തിലൂടെയാണ് താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിസ്സാരമല്ല കണ്ണ. എനിക്കറിയാം സർ, അറിയാം.
ഇവനത് എങ്ങോട്ടാ പോയേ? ഇവിടെ ഒന്നും കാണാനും ഇല്ലല്ലോ. അവനിനി ഇന്ന് തന്നെ പോയി കാണോ? അമർത്തി തടവിക്കോ, നന്നായിട്ട്. നീ തിരുമ്മിക്കോ, നന്നായിട്ട് തിരുമ്മ. മാർക്കോ, അമർത്തി തടവിക്കോ. അങ്ങനെ അങ്ങനെ. അടുത്ത പാദം തിരുമ്മ. ശരി, ഇവിടെ മുടിഞ്ഞ ഉഴിച്ചിലും പിഴിച്ചിലുമാണല്ലോ നടക്കുന്നത്. ഇങ്ങനെ പോയാ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കും. ഇവനും വൈദ്യരാണോ? ജയവാല, ആരത്? കാര്യങ്ങൾ നടക്കട്ടെ, ഞാനിപ്പോ വരാം. മാർക്കോ സാറേ, തടവിൽ നിർത്തണ്ട കേട്ടോ. ശരി സാർ. ശരിക്കും തടവിക്കോ. അവനായിരുന്നു ആ മറിഞ്ഞു നിന്ന് നോക്കിയത്. വ്യക്തമായി ഞാൻ മുഖം കണ്ടു. പെട്ടെന്ന് തോമസ് സാറിന് ആളെ മനസ്സിലായി. ആ മേഘനെ അവന്റെ അച്ഛനെ നോക്കാനായിട്ടാ വന്നത്. എന്നിട്ട് നോട്ടം മൊത്തം കണ്ണന്റെ മേലെ. സാർ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വേണം ഇതുപോലെ അവനെ ഇവിടെ കിടത്താൻ. എന്റെ കണ്ണേ, അയ്യോ, അയ്യോ, നീട്ടില്ല, അയ്യോ, അയ്യേ, യോ, എന്റെ കണ്ണേ, എന്റെ കണ്ണ്, യോ, ഒന്നൊരു നീട്ടല്. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.